ഹലോ ഗൈസ്, വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് കന്യാകുമാരി വരെ പോകാൻ പോവാണ്. ഞങ്ങളുടെ ഹണിമൂണൊക്കെ കഴിഞ്ഞു. ഇതൊരു സെക്കൻഡ് ഹണിമൂൺ പോലെ കന്യാകുമാരി വരെ ഒന്ന് പോയിട്ട് വരെയാണ് ഒരു ചെറിയ ട്രിപ്പ്. സോ നമുക്ക് കാണാം. ഞങ്ങൾ കുറെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്യു ഒക്കെ പോകും. അത് കഴിഞ്ഞിട്ട് വട്ടക്കോട്ട പ്ലാൻ ഉണ്ട്, നടക്കൂല്ലോ എന്ന് അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ബീച്ച്, ടെമ്പിൾ ഇതൊക്കെ കവർ ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ, കാരണം ഇപ്പൊ ഭയങ്കര ക്യൂ ആണെന്ന് കേട്ടോ അവിടെ ആ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ വന്നതിന് ശേഷം. സോ നമുക്ക് എന്തായാലും ഒന്ന് പോവാം. സോ ലെറ്റ്സ് സീ. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഒരു 8:30 കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഓൺ ദ വേ കുറച്ച് കളികളും തമാശകളും ഒക്കെ ആയിട്ട് അങ്ങനെ രസിച്ച് അങ്ങനെ പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല വിശപ്പായി. അപ്പോഴേക്കും ഞങ്ങൾ തക്കലയ്ക്കടുത്തുള്ള ചിത്ര ഹോട്ടലിൽ കയറി. ഈ സ്ഥിരമായിട്ട് തമിഴ്നാട് പോകുന്ന ആ ടൈമിലൊക്കെ പോകുന്ന ഒരു കടയാണ് നമ്മുടെ ഈ ചിത്ര. നല്ല പൊങ്കൽ, പൂരി, നെയ്റോസ്റ്റ് എല്ലാ ഐറ്റംസും സൂപ്പറാണ്. ഇത്രയും ഫുഡ് ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങളോടൊപ്പം വിക്കിയുണ്ട്. സോ ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് കഴിച്ചത്. ദെൻ നേരെ കന്യാകുമാരിയിലേക്ക് പോയി. ഒരുപാട് ദൂരമൊന്നും ഇല്ല ട്രിവാൻഡ്രത്തുനിന്ന്. സോ നേരെ പോയി അവിടെ പോയി AR റെസിഡൻസി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങളങ്ങനെ റൂമിലേക്ക് പോയി. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആവുക. അതിനുശേഷം നേരെ അടുത്ത ബോട്ടിംഗ് ആണ് നമ്മുടെ പ്ലാൻ. സോ ഏർലി തന്നെ പോയി നിന്ന് കഴിഞ്ഞാൽ ക്യൂ ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഇമാജിനേഷൻ. എന്താവുമെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഞങ്ങളങ്ങനെ റൂമെത്തി, ഫ്രഷായി, റെഡിയായി. സോ ഇനി നമ്മൾ ബോട്ടിംഗ് ചെയ്യാനാണ് പ്ലാൻ. സോ തിരക്കനുസരിച്ച് ചെയ്യാം. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയിട്ട് തിരക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ആദ്യം ബോട്ടിംഗ് ചെയ്യും, ദെൻ കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം കഴിച്ചിട്ട് ബോട്ടിംഗ് ചെയ്യും. സോ എന്തായാലും നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഓൺ ദ വേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ആയിട്ടില്ല. സോ ഞങ്ങൾ വിളിച്ച് ബോട്ടിംഗ് ഫിനിഷ് ചെയ്ത് വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചു. കാരണം ഇപ്പോൾ 12:15 ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ടല്ലോ. അല്പം നീളമുള്ള ക്യൂവിലൊക്കെ നിന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോൾ മുത്ത് കണ്ണാടി കൊണ്ട് ഓരോ ട്രിക്സൊക്കെ കാണിച്ചു, കണ്ടില്ലേ? സോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തമാശകളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്ത് നിന്നു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ. അതിനുള്ളിൽ നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തി ഫുഡൊക്കെ കഴിച്ച് നെക്സ്റ്റ് പരിപാടി നോക്കാമെന്നുള്ളതായിരുന്നു. സംഗീതം അടുക്കും തോറും അകലം കൂടുന്ന മഹാസാഗരം എന്ന് പറയുന്ന പോലെ ഈ ഒരു ക്യൂ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. നിൽക്കും തോറും കൂടി വരുന്ന പോലെ. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബോട്ടിനടുത്തെത്തി. അപ്പോൾ തന്നെ നമുക്ക് ആ ദൂരെ നിന്ന് വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്യുവും കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ദൂരെ നിന്ന് അത് കാണാനായിട്ട്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സെപ്പറേറ്റ് ആക്കി. സോ മുത്ത് വേറെ വഴി, ഞങ്ങൾ വേറെ വഴിയായി. ദെൻ അവിടെ ചെന്ന ലൈഫ് ജാക്കറ്റ് ഇന്നേ ഇവരെ കണ്ടിട്ടില്ലാത്ത പോലെ എല്ലാവരും കൂടെ അടികൂടി ലൈഫ് ജാക്കറ്റ് എടുത്ത് വല്ല വിധനും അകത്ത് കയറി സീറ്റിംഗ് സത്യം കേട്ടോ. ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇവർ വിചാരം ഇതെന്തോ തന്നു വിടുന്നതാണ്. അങ്ങനെ ലൈഫ് ജാക്കറ്റ് ഇടികൂടിയൊക്കെ ആൾക്കാർ എടുക്കുന്നത്. കഷ്ടപ്പെട്ട് ബോട്ടിൽ കയറിയിട്ട് ഞങ്ങൾ പിന്നെയും കാഴ്ചകൾ കാണാൻ തുടങ്ങി. ആ കടൽക്കാറ്റ് കേൾക്കുമ്പോഴത്തേക്ക് ഇത്രയും നേരം ക്യൂ നിന്ന ഒരു ക്ഷീണമൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, സംതിങ് ഗുഡ് ഇസ് കമ്മിങ്. ഞാൻ കൊച്ചിലെയാണ് കേട്ടോ ലാസ്റ്റായിട്ട് ആ ഒരു വിവേകാനന്ദ പാറയിൽ കയറിയത്. കുഞ്ഞായിരുന്നപ്പോൾ പോയപ്പോൾ കയറിയിട്ടുണ്ട്. അതിനുശേഷം എല്ലാം ദൂരെ നിന്ന് കണ്ട് ആ ഒരു ക്യൂ നിൽക്കാൻ മടിച്ചിട്ട് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നുകൊണ്ട് കാഴ്ചകൾ കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. തന്നെ ഞങ്ങൾ വിവേകാനന്ദ പാറ എത്തി. മൊട്ട വെയിൽ എന്ന് പറഞ്ഞാൽ മൊട്ട വെയിൽ, ഭയങ്കര വെയിൽ, കാല് തറയെ കുത്തിയ ചൂട്. ബോട്ടിൽ ഇവിടെ വരാൻ വരെ ഒരു ടിക്കറ്റ്, ഇവിടെ നകത്ത് കയറാൻ അടുത്ത ടിക്കറ്റ്, പൈസ പിടിക്കാനുള്ള പരിപാടി, തിരിച്ച് പോവാനും ക്യൂ. നിങ്ങൾ വിചാരിക്കില്ലേ യാത്രാ വിവരണം എന്ന് പറഞ്ഞിട്ട് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ കാണിക്കാൻ, ഇതെന്താ ഇങ്ങനെയെന്ന്. ഇത്രയും ക്യൂ അടുത്ത കാലത്തൊന്നും ഒരു സ്ഥലത്തും പോയിട്ടില്ല. എന്തൊരു ക്യൂ അല്ലേ, കൊടയും കൂടെ ഇല്ലായിരുന്നേ ചത്ത്. ആ ക്യൂ നിന്ന സ്ഥലത്തൊന്നും ഡ്രിങ്കിങ് വാട്ടറോ ഒന്നുമില്ല. ഒരു വാഗണിനകത്ത് പെട്ട അവസ്ഥ. ചെരുപ്പിടാൻ അനുവാദമില്ല. ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞ് തന്ന സാധനം വെറും മാട്ട വെള്ളം കൊള്ളൂല. ടൂറിസം ഡെവലപ്പ് ചെയ്തേ പറ്റൂ, അല്ലാതെ ഒരു രക്ഷയില്ല. ബോട്ട് സിസ്റ്റം ആ ക്യൂ നിർത്തുന്നു. ഭയങ്കരം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു ടോർച്ചർ അനുഭവിച്ചോണ്ടേ പോയി. റിയലി ബാഡ്. ഇംഗ്ലീഷിലൊക്കെ പറയില്ലേ, വിച്ച് വാസ് സപ്പോസ് ടു ബി സംതിങ് റിലാക്സിങ്. അതുപോലെ വളരെ റിലാക്സിങ് ആയിട്ടൊരു യാത്രയ്ക്ക് പോയാൽ ഞങ്ങൾ വെയിലത്തും ചൂടത്തും വെള്ളം കിട്ടാതെ അലഞ്ഞു പോയി. ഈ ഐലൻഡിൽ എത്തിയപ്പോൾ കിട്ടിയ വെള്ളമാണെങ്കിലോ തഥൈവ. ദൂരം വന്നു, അകത്ത് ഫോട്ടോ എടുക്കാനും അധികമില്ല. സോ ഇവിടെ വെച്ച് ക്യാമറ കെട്ടാണ്, ഇനി ഇറങ്ങിയിട്ട് കാണാം. അകത്ത് കയറിയപ്പോൾ അത്രയും യാത്ര ചെയ്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറി. ഒരാശ്വാസം ഉണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. പണ്ട് സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്ന് ധ്യാനിക്കാനിരുന്ന സമയത്ത് ഇവിടെ ഇത്രയും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കും. പുള്ളി എങ്ങനെയാണ് വന്നത് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം വന്നിരുന്നപ്പോൾ എന്തായാലും ഇത്രയും ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ചുറ്റുമുള്ള ആ ഒരു നീലക്കടലും അവിടുത്തെ കാഴ്ചകളും ഒക്കെ മനോഹരമായിരുന്നു. അകത്ത് ധ്യാനിക്കാൻ മാത്രമായിട്ട് ഇരിക്കേണ്ട ഒരു മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് സ്പെൻഡ് ചെയ്തു. ദെൻ അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് തിരുവള്ളൂർ സ്റ്റാച്യുവിലേക്ക് പോകണം. സോ അതിനു മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് ചുറ്റും നടന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഒരുപാടുണ്ടെങ്കിലും ആ ഒരു യാത്ര നമ്മളെ വല്ലാണ്ട് തളർത്തി കളഞ്ഞു.
അതിൻ്റെ അകത്ത് ശ്രീപാദപുര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയായിട്ട് കന്യാകുമാരി ദേവിയുടെ പാദം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ നമുക്കത് കാണാനും സാധിക്കും. സോ ഞങ്ങൾ അവിടെ കണ്ട് തൊഴുകയും മറ്റും ചെയ്തു. ഇതാണ് ദ മോസ്റ്റ് അവൈറ്റഡ് ഗ്ലാസ് ബ്രിഡ്ജ്. താഴെ കൂടെ കടലൊഴുകുന്നു, മുകളിലായിട്ട് ഗ്ലാസിൻ്റെ ഈ ബ്രിഡ്ജ്. നടക്കുമ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ ആവും കേട്ടോ, പക്ഷേ എന്നാലും രസമുള്ള ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ വേർത്ത് ദ ഹൈപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമ്മൾ അത്രയും ക്യൂ നിന്ന് വെള്ളമില്ലാതെ ചൂടത്തൊരു വാഗണിനകത്ത് അകപ്പെട്ട പോലത്തെ അവസ്ഥ കടന്നു വരുമ്പോൾ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കുറച്ച് ഗ്ലാസ് ഇട്ട് വെച്ചൊരു സെറ്റപ്പാണ്. അല്ലാതെ ഒരു പെർഫെക്ഷനായിട്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഫസ്റ്റ് ടൈമായിട്ട് അല്ലെങ്കിൽ ഇത് പുറത്തോട്ടൊന്നും പോയി ട്രാവൽ ചെയ്ത് കാഴ്ചകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു പക്ഷേ ഇത് നല്ല രസമായിട്ട് തോന്നുമായിരിക്കും. അവിടെയാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര റെസ്ട്രിക്ഷനൊക്കെയാണ്. അറ്റത്തേക്ക് പോയി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല. എനിവേസ് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മുടെ തിരുവള്ളുവർ സ്റ്റാച്യൂയിലേക്ക് എത്തി. ഈ സ്റ്റാച്യൂവിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 135 അടിയാണ് കേട്ടോ. ചൂടില്ലായിരുന്നല്ലേ? ഞങ്ങൾ ആ ചൂടിനെയൊക്കെ ഒരു തമാശയാക്കി മാറ്റാനാണ് ശ്രമിച്ചത്. കാരണം ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണിക്കില്ലേ. സോ ഞാനും വിക്കിയും മുത്തും കൂടെ തമാശകളൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി. തമിഴ്നാട്ടിൽ പണ്ട് ജീവിച്ചിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കവിയും തത്വചിന്തകനും ഒക്കെയാണ് നമ്മുടെ ഈ തിരുവള്ളുവർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് കെട്ടിയിരിക്കുന്ന ഈ ഒരു സ്റ്റാച്യു ശരിക്കും കാണാനായിട്ട് വളരെ രസമാണ്, നല്ല ഭംഗിയാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കടൽ കടന്ന് ഇത്രയും അടുത്ത് വന്ന് ഈ രണ്ട് കാഴ്ചകളും, അതായത് വിവേകാനന്ദ പാറയും തിരുവള്ളുവർ സ്റ്റാച്യുവും കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയെക്കാളും എനിക്ക് മനോഹരമായി തോന്നിയത് കടലിനപ്പുറം നിന്ന് ദൂരെ നിന്ന് ഇതിനെ കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ആ ഒരു യാത്ര നമ്മൾ അത്രയും തളർത്തി ഈ യാത്രയുടെ ഒടുവിൽ നമുക്ക് ഭയങ്കരമായൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടില്ല. പിന്നെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ദേവിയുടെ കാൽപാദം കാണാം. സോ എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും മണി 5 കഴിഞ്ഞു, 5:30 സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ നേരെ കഴിക്കാനായിട്ട് പോയി. ഇത്രയും മണിക്കൂർ വിശന്നിരുന്നതല്ലേ. സോ ഫ്രൈഡ് റൈസും പനീറും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കഴിച്ചു. എന്നാലും എല്ലാം വെജിറ്റേറിയനാണ് കഴിച്ചത്. കാരണം ഞങ്ങൾക്ക് ഇനിയും ടെമ്പിളിൽ പോകാനുണ്ട്. സോ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി സൺസെറ്റ് കാണാനായിട്ട് പോയി. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും സൺസെറ്റിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. മേഘങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിഷ്വലി അല്ലെങ്കിൽ ക്യാമറയിൽ വളരെ രസമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും ആ ഒരു സമയത്ത് നല്ല രസമായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ. അതിനുശേഷം ഞങ്ങൾ ഗാന്ധി മണ്ഡപത്തിനകത്തേക്ക് കയറി. അവിടെയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലുള്ള പല ആ ഒരു ഏടുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിക്ചേഴ്സും സ്റ്റോറീസും എല്ലാം അവിടെ ഉണ്ട്. മാത്രമല്ല അവിടെ നടുക്കുള്ള ഈ ഒരു സംഭവത്തിൽ പണ്ട് മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഗാന്ധി മണ്ഡപത്തിൻ്റെ പിന്നിലെ കഥയെന്ന് പറയുന്നത് ഇവിടെയായിരുന്നു ഗാന്ധിജിയുടെ ചിതാഭസ്മം വെച്ചിരുന്നത് ഒഴുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇവിടെ എല്ലാ ഒക്ടോബർ 2 ആ ഒരു സ്പോട്ടിൽ, ആ ഒരു ചിതാഭസ്മം വെച്ചിരുന്ന സ്പോട്ടിൽ എല്ലാ ഒക്ടോബർ 2 ആ ഒരു മുകളിലുള്ള ഹോള് കാണാമോ, അവിടെ ഒരു ഹോളുണ്ട്. ആ ഒരു ഹോള് വഴി എല്ലാ ഒക്ടോബർ 2 സൂര്യ വെളിച്ചം കിടക്കുന്നതാണ്. അങ്ങനെ ഒരു വിശേഷം കൂടെ ഇവിടെ ഉണ്ട്. പണ്ടത്തെ കാലത്തെ ആൾക്കാരുടെ ആർക്കിടെക്ചറൽ ബ്രില്യൻസ് എന്നല്ലാതെ എന്താ പറയുക, സൂപ്പറായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണത്. കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനിടയിലൂടെ ആ ഒരു കറക്റ്റ് ഡേറ്റിൽ ആ ചിതാഭസ്മം വെച്ചിരുന്ന സ്പോട്ടിൽ വെളിച്ചം അടിക്കുന്നതെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. എനിവേയ്സ് നല്ലൊരു കാഴ്ചയായിരുന്നു. അവിടെ നിന്നിറങ്ങി അടുത്തായിട്ട് ഞങ്ങൾ കുറച്ച് നേരം ബീച്ചും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അമ്പലത്തിലേക്ക് കയറാനായിട്ട് കുറച്ച് സമയം ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. സോ ആ ഒരു സമയത്തിനുള്ളിൽ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. സൺസെറ്റിന് ശേഷമുള്ള ആകാശത്തിലെ ആ ഒരു കളറിൻ്റെ മാറ്റമൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. റെഡ് സ്കൈ ആയിരുന്നു. ഓൺ ദ വേ ഞങ്ങൾ ആ ഒരു സുനാമിയുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച സുനാമി സ്മൃതി മണ്ഡപം ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം കന്യാകുമാരി വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ഏരിയാസൊക്കെ ഒരുവിധം ഐഡിയ ഉണ്ട്. ദൂരെയായിട്ട് നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിൽ ലൈറ്റ് ഷോ ഒക്കെ കാണാൻ പറ്റും. രാത്രി 7:30 ശേഷം അവിടെ ലേസർ ഷോ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ടു. നെക്സ്റ്റ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോവുക, തൊഴുക എന്നുള്ളതാണ്. നടന്ന് തളർന്നു ഇനി നേരെ അമ്പലത്തിലേക്ക് പോകാം. അമ്പലത്തിനകത്ത് ഒരുപാട് ക്യൂ ഒന്നുമില്ലായിരുന്നു. ശാന്തമായി സുഖമായി തൊഴുതു, പ്രസാദമൊക്കെ മേടിച്ചു. അങ്ങനെ അമ്പലത്തിലും തൊഴുത് കുറച്ച് ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീടെത്തി. ഇന്നത്തെ ദിവസം ഫുള്ള് യാത്ര എന്താ പറയുക, ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഞങ്ങളുടെ വീഴ്ചയുള്ളത് അത്ര സ്മൂത്ത് അല്ലായിരുന്നു. സ്പെഷ്യലി ആ ഒരു വിവേകാനന്ദ പാറയിലും തിരുവള്ളുവർ സ്റ്റാച്യൂവിലും പോയപ്പോൾ ഉള്ള ആ ഒരു ക്യൂവും പിന്നെ അതിനുശേഷം ആ ഒരു ബോട്ടിങ് കഴിഞ്ഞിട്ട് അവിടെ പോയി തൊഴുത് വന്ന ആ ഒരു എക്സ്പീരിയൻസ് കുറച്ചൊരു ഹെക്റ്റിക് ആയിരുന്നു. സോ അത് കഴിഞ്ഞ് ടയേർഡായി. ദെൻ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ടെമ്പിളിൽ പോയി. അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് അനുവാദമൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ ക്യാമറ അലൗഡ് ആയിട്ടുള്ളൂ. സോ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ദെൻ തൊഴുതു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് റൂമിലോട്ട് തിരിച്ചെത്തി. ഇനി ഞങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകും. സോ കാണാം. ഹായ്, ഹലോ ഗൈസ്. ഞങ്ങളങ്ങനെ റിലാക്സ് ഒക്കെ ചെയ്ത് ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ്. സോ കുറച്ച് തട്ടുകടകൾ ഏരിയയൊക്കെ ഉണ്ട്. സോ അങ്ങോട്ടേക്ക് വിടാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരാൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് വിശേഷങ്ങൾ പറയുകയാണ്. സോ എന്തായാലും അവിടെ പോയി നമുക്ക് അവിടെ കാണാം. സീ യു ദേർ.
സ്റ്റേയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി നടന്ന് കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ട് സ്ട്രീറ്റ് ഫുഡൊക്കെ പോലത്തെ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ പോയി. അവിടെ ഞങ്ങൾ കണ്ട് സെലക്ട് ചെയ്യായിരുന്നു. അങ്ങനെ കണ്ടൊരു ഫിഷ് സെലക്ട് ചെയ്തു. ദെൻ ചിക്കനും പറഞ്ഞു. ചിക്കൻ നിരാശപ്പെടുത്തി. ചിക്കൻ എങ്ങനെയുണ്ട്? അക്ഷരാർത്ഥത്തിൽ കാടക്കോഴിയുടെ സൈസുള്ളൊരു ചിക്കനായിരുന്നു. പരാജയപ്പെട്ട ഒരു ഡിന്നർ കഴിച്ചതിന് ശേഷം വളരെ വിഷമത്തോടെ ഖുറേഷി എബ്രാമിനെ പോലെ തോളും ചരിച്ച് അവിടെ നിന്ന് മേടിച്ച കളിപ്പാട്ട തോക്കുമായി ഞാൻ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് ആ ഒരു ദിവസത്തെ ക്ഷീണമെല്ലാം തീർക്കാൻ സുഖമായി ഒന്ന് കുളിച്ച് കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ എണീറ്റിരിക്കുകയാണ്. സുഖമായിട്ടുറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് സൺറൈസ് കാണാൻ പോകണം. സോ ക്ലൗഡിയാണോ സ്കൈ, സൺറൈസ് കാണാൻ പറ്റുമോ ഇല്ലേ അറിയില്ല. സോ എന്തായാലും നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇനിയിപ്പോൾ നേരെ പോവുക സൺറൈസ് കാണുക എന്നുള്ളതാണ്. കന്യാകുമാരിയിൽ ഫസ്റ്റ് ടൈം അല്ലേ സൺറൈസ് കാണുന്നത്? അപ്പോൾ നമ്മളെന്തായാലും പോയി ആ ഒരു എക്സ്പീരിയൻസ് നോക്കാം. സോ അവിടെ കാണാം. സാധാരണയായിട്ട് ഞാൻ കന്യാകുമാരി പോകുമ്പോൾ എല്ലാം CVO ഉള്ള ഹോട്ടൽസിനാണ് താമസിച്ചിട്ടുള്ളത്. സോ ഞങ്ങൾ അവിടെ ഹോട്ടലിൻ്റെ ബാൽക്കണി നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഒരു കാഴ്ചകൾ കാണുക, സൺറൈസൊക്കെ. പക്ഷേ ഇത്തവണ മാത്രം CVO ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുത്തിനെയും കൂട്ടി നമ്മുടെ ബീച്ച് സൈഡ് വന്നു. മനോഹരമായിട്ട് ദൂരെ നിന്ന് നമ്മുടെ ആ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ അങ്ങനെയും നിന്നു. നമ്മുടെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്ചുവും ബാക്കിൽ ഈ കാണുന്ന ടെമ്പിളാണ്. സോ ആ ടെമ്പിളും എല്ലാം ഞങ്ങളങ്ങനെ ഭംഗിയോടെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിന്നു. ആ ഒരു സൂര്യൻ ഉദിച്ച് വരുന്നതിനെ കാത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സിനിമയിലേക്ക് രജനീകാന്തിൻ്റെയൊക്കെ ഒരു ഇൻട്രോ പോലെ സൂര്യൻ്റെ തല കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ കയ്യടികളും ബഹളവും വിസിലടിയും തലൈവർ വന്താച്ച് എന്നൊക്കെ പറഞ്ഞ് വിളികളും അങ്ങനെ ഒരു വളരെ ഒരു സ്പിരിറ്റായിരുന്നു, ഭയങ്കര ഒരു എനർജി ആയിരുന്നു. സോ ആ ഒരു സൺറൈസ് കണ്ടുകൊണ്ട് ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് ഫുള്ള് ഭയങ്കര ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, അത് എത്രത്തോളം നിങ്ങളിലേക്ക് ആ ഒരു മനോഹരമായ കാഴ്ച എനിക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കന്യാകുമാരിയിൽ വന്ന് സൺറൈസും സൺസെറ്റും കാണണം. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇനി നമ്മൾ നേരെ അടുത്ത ഒരു ടെമ്പിൾ, അതെ അടിപൊളി, അടുത്തൊരു ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അടുത്തതായിട്ട് കന്യാകുമാരിയിലെ തിരുപ്പതിയിലേക്ക് പോവാം. തിരുപ്പതിയിലോട്ട്, അതായത് കന്യാകുമാരിയിലെ തിരുപ്പതിയിലോട്ടുള്ള വഴിയിലാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ശാന്തമായ റോഡാണ്. സോ ഞങ്ങൾ വളരെ സമാധാനമായിട്ട് ഓടിച്ചു പോയി. നല്ല രസമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു 6-7 പോയി കഴിഞ്ഞാൽ തിരക്കില്ലാതെ കയറാം. തിരുപ്പതി അങ്ങനെ എത്തി. ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ഒറിജിനൽ തിരുപ്പതി ആ ഒരു ടെമ്പിൾ നടത്തുന്ന അതേ ടീമിൻ്റെ തന്നെയാണ് ഇവിടത്തേന്നാണ്. സോ അവിടുത്തെ സെയിം ചടങ്ങുകളും സെയിം പ്രതിഷ്ഠയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ. തലയിലൊരു കിരീടം പോലുള്ളൊരു സാധനമൊക്കെ വെച്ച് നമ്മൾ അനുഗ്രഹിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്ത് ഒരു കൽക്കണ്ടം പോലത്തെ പ്രസാദവും ഉണ്ട്. ലഡ്ഡു കാര്യങ്ങളെല്ലാം മേടിക്കാൻ കിട്ടും. ചന്ദനവും മറ്റ് സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് നല്ലൊരു വ്യൂ ഉണ്ട് കടലിൻ്റെ. ആ ഒരു കന്യാകുമാരിയിൽ നമ്മുടെ വിവേകാനന്ദ പാറയുടെയും തിരുവള്ളൂരിൻ്റെ എല്ലാ വ്യൂ ഉണ്ട്. സോ ആ ഒരു സൺറൈസൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ ആ ഒരു ഫോട്ടോസ് എടുക്കാനാണെങ്കിലും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനാണെങ്കിലും ഒക്കെ രസമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ കന്യാകുമാരിയിലെ തിരുപ്പതി. വരുന്നവർ മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. പോകുന്നെങ്കിൽ ഏർലി മോർണിംഗ് സമയത്ത്, അതായത് ഞാൻ ഈ പറഞ്ഞ 6:30-7 സമയത്ത് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് തൊഴാം. തൊഴുത് കഴിഞ്ഞു. ഇനി നേരെ റൂമിലേക്ക് പോവുക, പാക്ക് ചെയ്യുക, അവിടെ നിന്ന് ഇറങ്ങുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പിന്നെ ഓൺ ദ വേ പറ്റുമെങ്കിൽ 2-3 സ്ഥലത്തൊക്കെ കയറണം. പോവാം. അങ്ങനെ ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു. സോ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓൺ ദ വേ ടൈം കിട്ടുകയാണെങ്കിൽ വട്ടക്കോട്ട കയറണം. ലെറ്റ്സ് സീ, നോക്കാം. അതിനുമുമ്പ് പോണ വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നോക്കട്ടെ. സോ കാണാം. ഞങ്ങൾ റെഡി ഇറങ്ങിയപ്പോഴത്തേക്കും വിക്കിയും റെഡിയായി. സോ ഞങ്ങൾ വണ്ടിയിൽ കയറി എല്ലാം പാക്ക് ചെയ്ത് നേരെ വിട്ടു നമ്മുടെ അടുത്ത സ്പോട്ടായിട്ടുള്ള വട്ടക്കോട്ടയിലേക്ക്. സോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു തൽക്കാലത്തേക്ക് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വട്ടക്കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡിസൈഡ് ചെയ്തു. 18-ാം നൂറ്റാണ്ടിൽ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ ദിലനോയ് പ്രഭു, അതായത് നമ്മുടെ നാടിനെ കീഴടക്കാൻ വേണ്ടി വന്നിട്ട് നമ്മുടെ രാജാക്കന്മാരുടെ കഴിവിന് മുൻപിൽ കീഴടങ്ങിപ്പോയ ദിലനോയ് പ്രഭുവിൻ്റെ ആ ഒരു നേതൃത്വത്തിൽ മേക്ക് ചെയ്ത അല്ലെങ്കിൽ നിർമ്മിച്ച ഒരു കോട്ടയാണ് നമ്മുടെ ഈ ഒരു വട്ടക്കോട്ട. ഈ ഒരു കോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്ന് വരുന്ന എല്ലാ അറ്റാക്സിനെയും പ്രതിരോധിക്കാനായിട്ട് ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കോട്ടയാണിത്. അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ ഈ കോട്ട കുലുങ്ങൂല. ഈ കോട്ടയുടെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പത്മനാഭപുരം പാലസ് വരെ കണക്ട് ചെയ്യുന്ന ഒരു തുരങ്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല അതെവിടെയാണ് എക്സാക്ട്ലി എന്നൊന്നും. എനിവേസ് ഞാൻ അതിൻ്റെ മേളിൽ നിന്ന് മനോഹരമായ ഒരു കടലിലെ കാഴ്ചകളൊക്കെ കണ്ടു. എല്ലാവരും കൂടെ എന്നെ വരട്ടി ഇറക്കി, അത് വേറെ കാര്യം. എനിവേസ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത്, അവിടെയും നല്ല വെയിലുണ്ട്. സോ ഒരുപാട് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു വെയിലിലും അവിടെ ആ ഒരു കാഴ്ചകൾ കാണാനായിട്ട് നല്ല രസമുണ്ട്. കടലിൻ്റെ ആ ഒരു ഭയങ്കര രസമുള്ള വ്യൂ. പണ്ടിപ്പോൾ പട്ടാളക്കാരൊക്കെ അവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ദൂരെ, എത്ര ദൂരെ നിന്ന് വന്നാലും ആ ഒരു എനിമീസിനെ നമുക്ക് കാണാൻ പറ്റും. കാണാനും അതിനനുസരിച്ച് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനും പറ്റും. നടുക്കായിട്ട് മനോഹരമായ ഒരു കുളമുണ്ട്. മനോഹരം എന്ന് പറഞ്ഞാലും പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു കരിമ്പിൻ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചു. അവിടെ നല്ല കിട്ടുക്ക് കരിമ്പിൻ ജ്യൂസായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഐസൊക്കെ ഇട്ടാണ് തന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ
ആസ്വദിച്ച് സമാധാനമായിട്ട് ആ ഒരു ക്ഷീണമൊക്കെ മാറ്റി കരിമ്പൻ ജ്യൂസ് കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെയും കഴിച്ചിട്ടില്ല കേട്ടോ, നല്ല വിശപ്പുണ്ട്, വയറ് കത്തി തുടങ്ങി. ഞാനും വിക്കിയും വിശാടനും ഒരിക്കൽ കന്യാകുമാരി വന്നിട്ട് തിരിച്ചു പോകുന്ന വഴി നാഗർകോവിലിനടുത്ത് വെച്ച് നൊങ്ക് സർബത്ത് കുടിച്ചൊരു സ്പോട്ടുണ്ട്. ആ സ്പോട്ട് തപ്പി ഞങ്ങൾ പോയി, അതേ സ്പോട്ട് തന്നെ കണ്ടുപിടിച്ചു. പക്ഷേ ഇത്തവണ അവരുടെ മകനാണ് നടത്തിയിരുന്നത്, ആ ഒരു സ്ത്രീയില്ല. എനിവേസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൊങ്ക് സർബത്ത് ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം ഞങ്ങളുടെ യാത്രയുടെ ക്ഷീണം മുഴുവൻ മാറ്റാനായിട്ട് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള കട്ടച്ചക്കുഴിയിലെ കൃഷ്ണ ഹോട്ടലിലേക്ക് പോയി. അവിടുത്തെ നല്ല പുട്ടും പെരട്ടും കാന്താരിയും ലിവറും എല്ലാം തട്ടി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു കടൽ തിരമാല പോലെ സന്തോഷവും കുറച്ച് ക്ഷീണവും പിന്നെയും സന്തോഷവും അങ്ങനെ എല്ലാം മിക്സായ ഒരു അടിപൊളി യാത്രയായിരുന്നു കന്യാകുമാരി ട്രിപ്പ്. മറ്റു വീഡിയോ കാണാം. അതുവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.